നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ പരീക്ഷയുള്ളവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട 100 മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യും. അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ അല്ലെങ്കിൽ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇദ്ദേഹം തമിഴ്നാടുകാരനാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്ന്? 1993. 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക എന്നിവയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതെന്ന? 1948 ഡിസംബർ മാസം 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. 1948 ഡിസംബർ മാസം 10. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ആകെ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത്? 30 അനുച്ഛേദങ്ങളാണ് ഉള്ളത്. 30 അനുച്ഛേദങ്ങൾ. അങ്ങനെ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം പറഞ്ഞില്ലേ, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1947 ഡിസംബർ 10 പറഞ്ഞു. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി ആരാണ്? ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. ജോൺ പീറ്റേഴ്സ് ഹംഫ്രിയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി. മനുഷ്യാവകാശങ്ങളുടെ പ്രേരക ശക്തിയെന്നും ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കമെന്നും അറിയപ്പെടുന്ന ഉടമ്പടി ഏത്? മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷം ഏത്? 1215. 1215. അപ്പൊ മനുഷ്യാവകാശങ്ങളുടെ പ്രേരക ശക്തി എന്നും ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കമെന്നും അറിയപ്പെടുന്ന ഉടമ്പടിയാണ് മാഗ്ന കാർട്ട. വർഷം 1215. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പ് വഴിയാണ് നൽകുന്നത്. ഈ വരുന്ന ഘട്ടങ്ങളുടെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് പോകുന്നുണ്ട്, ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കുറച്ച് പേര് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർ കൂടെ വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCRT NCRT ക്ലാസ്സുകൾ മുതലായവയെല്ലാം ആ ഒരൊറ്റ കോഴ്സിൽ ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സുകളിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ. കൂടാതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ജനറൽ PSCക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല, ബാക്കി എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതൊക്കെയാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ,
ആന്റി സ്ലേവറി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, സിവിൽ റൈറ്റ്സ് ഡിഫൻഡേഴ്സ് അതായത് പൗരാവകാശ സംരക്ഷകർ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇവയൊക്കെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനകളാണ്. ഏതൊക്കെ? ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ആന്റി സ്ലേവറി ഇന്റർനാഷണൽ, സിവിൽ റൈറ്റ്സ് ഡിഫൻഡേഴ്സ്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നിവ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും കടമെടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ എന്നിവ. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ എന്നിവ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ബ്രിട്ടൻ, പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പ്രധാനമായും പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, ക്യാബിനറ്റ് സമ്പ്രദായം, ദ്വിമണ്ഡല സമ്പ്രദായം, ഏക പൗരത്വം, റിട്ട്, ഈ ആശയങ്ങളൊക്കെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, ദ്വിമണ്ഡല സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം, ഏക പൗരത്വം എന്നിവ. അമേരിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലിഖിത ഭരണഘടന എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്. വൈസ് പ്രസിഡന്റ് എന്ന പദവി, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ആമുഖം, മൗലിക അവകാശങ്ങൾ ഇവയൊക്കെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്ക. കാനഡയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാന ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്ന രീതി, സുപ്രീം കോടതിയുടെ ഉപദേശക അധികാര പരിധി എന്നിവ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അതുപോലെ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റ്. അതുപോലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ആരാ ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ആണ് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 226. അപ്പൊ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226. എത്ര റിട്ടാണുള്ളത്? 5 റിട്ട്. ഏതൊക്കെ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറണ്ടോ എന്നിവയാണ് 5 റിട്ടുകൾ. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി മാസം 26. 1950 ജനുവരി മാസം 26-നാണ് ദേശീയ മുദ്ര അംഗീകരിച്ചത്. അശോക സ്തംഭത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന സത്യമേവ ജയതയുടെ അർത്ഥം എന്ത്? സത്യം മാത്രം ജയിക്കുന്നു എന്നതാണ്. സത്യം മാത്രം ജയിക്കുന്നു. സത്യമേവ ജയതെ ആലേഖനം ചെയ്തിരിക്കുന്ന ലിപി ഏത്? ദേവനാഗരി ലിപിയാണ്. ദേവനാഗരി ലിപി. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ്. ആനയെ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചതെന്ന 2010. ദേശീയ ജലജീവി ഏതാ? ഗംഗാ ഡോൾഫിൻ. ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ദേശീയ നദി ഗംഗ. ദേശീയ പാനീയം ഏതാ? ചായയാണ്. ദേശീയ പതാക ഏതാ? ത്രിവർണ പതാക. ദേശീയ മുദ്ര സിംഹമുദ്ര.
ദേശീയ പക്ഷി മയിൽ, ദേശീയ മൃഗം കടുവ, ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം താമര. ഇനി മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചതെന്ന 1963 1963 മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്നാണ് 2008 നവംബർ 4 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ദേശീയ പക്ഷിയായിട്ട് മയിലിനെ പ്രഖ്യാപിച്ചത് 1963 പറഞ്ഞു. ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ് ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്ര നാമം. ഇനി ദേശീയ ഗീതം രചിച്ചതാരാണ്? ദേശീയ ഗീതം ഏതാ? വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. ഈ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള നോവൽ ഏതാ? ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളിലെ സന്യാസി കലാപം പശ്ചാത്തലമാക്കിയ നോവലാണ് ആനന്ദമഠം. PSC ചോദിച്ചിട്ടുണ്ട് ആനന്ദമഠത്തിന്റെ പ്രമേയം എന്താണ്? ബംഗാളിലെ സന്യാസി കലാപമാണ്. അപ്പോൾ ബംഗാളിലെ സന്യാസി കലാപം പശ്ചാത്തലമാക്കിയ ആനന്ദമഠം എന്ന നോവലിൽ ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് ഏത് കൊടുത്തിരിക്കുന്നത്? വന്ദേ മാതരം കൊടുത്തിരിക്കുന്നത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശമാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു മാറ്റി ബാക്കി തന്നിരിക്കുന്ന 3 എണ്ണവും എന്താണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3 ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ. ഈ 6 എണ്ണം ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23ഉം 24ഉം. 23 എന്താണ്? ഫോഴ്സ്ഡ് ലേബറും 24 ചൈൽഡ് ലേബറുമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29, 30. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 അടുത്ത ചോദ്യം. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ മാസം 22 അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ചത് എന്ന 1950 ജനുവരി 24. ദേശീയ പതാകയിൽ മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളാണ് കാണപ്പെടുന്നത്. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും, വെള്ള നിറം സമാധാനത്തെയും, പച്ച നിറം ഫലഭൂയിഷ്ഠത, വളർച്ച, ഐശ്വര്യം എന്നിവയുമാണ്. ദേശീയ പതാക കോഡ്, ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം ഏതാ? 2002 ജനുവരി മാസം 26 ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ പതാക നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള അംഗീകൃത യൂണിറ്റ് ആണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘ്. ഓക്കെ, അടുത്ത ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷ. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ്. മിറാത്ത് ഉൽ അക്ബർ, ഓപ്ഷൻ എ മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയാണ്. പേർഷ്യൻ ഭാഷ. വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് പ്രാദേശിക പത്രഭാഷാ നിയമം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാപത്ര നിയമം. ഇത് പാസാക്കിയ വർഷം ഏതാ? 1878. ലിട്ടൺ പ്രഭു, ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ലിട്ടൺ പ്രഭു. വെർണക്കുലർ പ്രസ് ആക്ട് നിർത്തലാക്കിയത് റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് വെർണക്കുലർ പ്രസ് ആക്ട് നിർത്തലാക്കിയത്. പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്നത്, വെർണക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത് ലിട്ടൺ 1878.
ഓപ്ഷൻ ബി ബോംബെ സമാചാർ. ആരുടെ പത്രമായിരുന്നു? ഫർദൂർജി മർസ്ബാൻ. ഓപ്ഷൻ സി അമൃത ബസാർ പത്രിക. ആരെല്ലാമാണ് നേതൃത്വം നൽകിയത്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം നൽകിയത്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. ബംഗാളി എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ എപ്പോഴും ചോദിക്കാറുണ്ട്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. യങ് ഇന്ത്യയും ഹരിജനും മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെ പത്രമാണ്. നേഷൻ എന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. അൽ ഹിലാൽ, റിപ്പീറ്റിംഗ് ചോദ്യം, മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് ഇത്, അൽ ഹിലാൽ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാ? ദാദാഭായ് നവറോജി. ബംഗാളി എന്ന പത്രം ആരുടേതാണ്? സുരേന്ദ്രനാഥ ബാനർജി. കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലക്. ഓക്കെ, അടുത്ത ചോദ്യം. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമയാണ് 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ വനിത. ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി പ്രസ്ഥാന കാലത്താണ്. ആദ്യത്തെ ത്രിവർണ പതാകയുടെ പ്രത്യേകത എന്തായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും ഉണ്ടായിരുന്നു. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമയുടെ ഒരു വാചകമുണ്ട്. എന്താണത്? വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ. വാഞ്ചി അയ്യർ, അതാണ് വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നുണർത്തി എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന മാഡം ഭിക്കാജി കാമയാണ് ഇപ്രകാരം പറഞ്ഞത്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.